ഈ BJP സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ പറഞ്ഞൊരു കാര്യം, ഈ കള്ളപ്പണം കണ്ടെത്താൻ വേണ്ടി ഷെൽ കമ്പനികളെക്കുറിച്ച് അന്വേഷിക്കുമെന്നായിരുന്നു ആദ്യത്തെ 2014 മോഡി അധികാരത്തിൽ വരുമ്പോൾ. അതൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഇവരുണ്ടാക്കിയ ഒരു ഷെൽ പാർട്ടിയാണ്, BJP ഉണ്ടാക്കിയ ഒരു ഷെൽ പാർട്ടിയാണ്, ഒരു വ്യാജ പാർട്ടിയാണ് ഈ പറയുന്ന NCPI എന്നാണ് എനിക്ക് തോന്നുന്നത്. പശ്ചിമ ബംഗാളിലാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്, ഹൗറ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടി, പശ്ചിമ ബംഗാൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള അണ്ടർ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഈ പാർട്ടി മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ത്രിപുര തെരഞ്ഞെടുപ്പിലാണ്. അവിടെ ഒരു NCPI അല്ലെങ്കിൽ അതുപോലൊരു ഷെൽ പാർട്ടി ഉണ്ടാക്കി ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് പാർട്ടിയെ പൊക്കിക്കൊണ്ടുവന്ന് അവരെ MP മാരെ അധിവസിപ്പിക്കുകയോ അല്ലെങ്കിൽ ശിവസേനയിലേക്ക് ചേർക്കുകയോ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. മുൻപെങ്ങുമില്ലാത്ത രാഷ്ട്രീയ നാടകങ്ങളാണ് പശ്ചിമ ബംഗാളിൽ അരങ്ങേറുന്നത്. പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി, NCPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, പശ്ചിമ ബംഗാളിലെ ഏറ്റവും കൂടുതൽ MP മാരുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു സുപ്രഭാതത്തിൽ മാറുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ വിമതരായ 20 MP മാരും ചേക്കേറിയതോടുകൂടിയാണ് NCPI ഈ നേട്ടത്തിലേക്ക് കടന്നെത്തുന്നത്. എന്താണ് പശ്ചിമ ബംഗാളിൽ സംഭവിക്കുന്നത്? ഒരുപക്ഷെ BJPയുടെ ഷെൽ പാർട്ടി എന്നറിയപ്പെടുന്ന രീതിയിലേക്ക് NCPI-യെക്കുറിച്ചുള്ള ചർച്ചകൾ പോവുകയാണ്. ഈ നീക്കം, ഇതിന് പുറകിൽ BJP ഉണ്ടോ? എന്താണ് വിമത MLA-മാരുടെ നിലവിലത്തെ നിലപാട്? എന്താണ് NCPI? ഈ വിഷയമാണ് ഇന്ന് ഇൻ ബിറ്റ്വീനിൽ ചർച്ച ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീനിലേക്ക് സ്വാഗതം. ഈ പശ്ചിമ ബംഗാളിലെ വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു പക്ഷേ രാഷ്ട്രീയം കുറച്ചെങ്കിലും നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, കൗതുകത്തോടെ നോക്കിക്കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ രസകരമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒരല്പം ചിരിപ്പിക്കുന്ന, എങ്കിൽ ജനാധിപത്യപരമായിട്ട് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ തൃണമൂലിൽ നിന്ന് വലിയ ഘോരഘോരം പ്രസംഗിച്ചിരുന്ന സയോനി ഘോഷ് അടക്കമുള്ള ആളുകളെല്ലാവരും ചേർന്ന് കൂട്ടത്തോടു കൂടി പുതിയൊരു പാർട്ടിയിലേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അത് തന്നെയാണ്. ഇവർ കൂടുന്നതിന് എല്ലാവരും കൂടി ഈ 20 പേര് ഒന്നിച്ച് NCPI എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് പോകുന്നു. അപ്പം ഈ NCPI ഇതുവരെ ചിത്രത്തിലില്ല. അതേക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഒരു അണ്ടർ റെക്കഗ്നൈസ്ഡ് രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയാണ്, അംഗീകാരമില്ലാത്ത രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. 2023 ജനുവരി 20-നാണ് ഈ പാർട്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതും പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ ഈ പൊടുന്നതിന് ഈ പാർട്ടിയിലേക്ക് ഇവരെല്ലാം ചേക്കേറുകയാണ്. ഇതേ തുടർന്നുണ്ടായിട്ടുള്ളൊരു സീരീസ് ഓഫ് രംഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ രസകരമായ രീതിയിൽ ചർച്ച ചെയ്ത് പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ NCPI-യെക്കുറിച്ച് മുൻപ് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. NCPI-യെക്കുറിച്ച് ഞാൻ മാത്രമല്ല, ബിനോയ് മാത്രമല്ല, പലരും NCP എന്ന പാർട്ടിയെക്കുറിച്ച് നമുക്കറിയാം. അതെ, ശരത് പവാർ കോൺഗ്രസിനെ വിഭജിച്ചുണ്ടാക്കിയ ഉണ്ടാക്കിയ ഒരു പാർട്ടി. NCPI എന്ന പാർട്ടി ഈ ഒരാഴ്ചക്കകമാണ് കേൾക്കാൻ തുടങ്ങി തന്നെ. അത് നമ്മൾ മാത്രമല്ല, നമ്മളിപ്പം കഴിഞ്ഞ ഈ ടെലിഗ്രാഫിൻ്റെ റിപ്പോർട്ട് ഞാൻ വായിക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രദേശത്ത് കൽക്കട്ടയിൽ നിന്ന് ഏതാണ്ട് 18 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് ഇതിൻ്റെ ഒരു ഓഫീസ്, NCPI എന്ന് പറയുന്ന അതിൻ്റെ ഓഫീസ്. അതിൻ്റെ പരിസരത്തുള്ള ആളുകൾക്ക് പോലും ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ ഉണ്ടെന്നോ, അവിടെ അങ്ങനെ ഒരു നേതാക്കന്മാർ അവിടെ ഉണ്ടെന്നോ അറിയുന്നൊരു ഇതില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു NGO ആണെന്നാണ് ആ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. അപ്പം ചില സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു NGO, അവരുടെ ഒരു വലിച്ചു കെട്ടിയ ഒരു ബാനറാണ് അവരുടെ ഒരു ഓഫീസ്. ആ ഓഫീസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ സ്ഥാപകരായ 2 പേര്, അവരുടെ പേരുകൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നില്ല. ഉട്ടിയ കുണ്ടുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഷെവ്ലി കുണ്ടുവുമാണ് ഈ പാർട്ടിയുടെ സ്ഥാപകരായ ആളുകൾ. ഭാര്യയും ഭർത്താവുമാണ്. ഭർത്താവ് പ്രസിഡന്റ്, ഭാര്യ വൈസ് പ്രസിഡന്റും ആയിട്ടുള്ളവർ. അപ്പോൾ സത്യത്തിൽ ഇവർ പോലും ഈ NCPI-യിലേക്ക് 20 തൃണമൂലിൻ്റെ 20 MP-മാർ ലയിച്ചത് ഇവർ പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നതെന്നാണ് പറയുന്നത്. അല്ല, അത് ഇന്ന് അവരുടെ റെസ്പോൺസ് നമ്മളിങ്ങനെ പല മാധ്യമങ്ങളിലും, ഇപ്പോൾ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നിങ്ങനെ ഒരു കൗതുകത്തോടു കൂടി നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് പല സമൂഹ മാധ്യമങ്ങളടക്കമുള്ള പല സ്ഥലങ്ങളിലും ട്രോളാണ് ഈ വിഷയത്തിൽ. നമ്മൾ സാധാരണ നമ്മുടെ നാഷണൽ മീഡിയയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒരു പ്രതികരണമുണ്ട്, ഇവർ ഇതേപ്പറ്റി അറിഞ്ഞിട്ടില്ല, ഈ MP-മാർ ഇവിടെ വന്ന വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അതിനിടയിൽ പൊതുവെ ശന്തനു ഡേ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. അയാൾ ഈ പാർട്ടിയുടെ നേതാവാണെന്നാണ് സ്വയം പരിചയപ്പെടുന്നത്. ശന്തനു ഡേ പറയുന്നത്, ഈ വിഷയത്തിൽ BJP-യുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ, അല്ലെങ്കിൽ NDA-യുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതായത് ഇവർ NDA-ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് പോലും ശന്തനു ഡേ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നടക്കുന്നത് മുഴുവൻ അവ്യക്തമായ കുറേ കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു വശത്ത് നമ്മൾ ചിരിച്ചു തള്ളുമ്പോഴും മറുവശത്ത് വളരെ ഗൗരവമായൊരു കാര്യം, 20 MP-മാരാണ്.
നിയമനിർമ്മാണ സഭയിൽ ഈ നാടിനെ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തിൻ്റെ വലിയ ഗുരുതരമായ ഗൗരവമായ വിഷയങ്ങൾ ഇടപെടേണ്ട, ക്രിയാത്മകമായി പങ്കെടുക്കേണ്ട 20 പഹയന്മാരാണ് ഇത്തരത്തിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിൽ ഒപ്പം നിന്ന് ജയിച്ചു വന്ന ആളുകളാണ് ഈ എം പിമാർ. 28 എം പിമാരാണ് ലോക്സഭയിൽ അവർക്കുള്ളത്. ഈ 28 എം പിമാരിൽ 20 പേരാണ് ഇപ്പോൾ NCPI എന്ന പുതിയ പാർട്ടിയിലേക്ക് ചേരാൻ പോകുന്നത്, ലയിക്കാൻ പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ലോക്സഭാ സ്പീക്കർ അതിൻ്റെ നിയമവശങ്ങൾ തേടുന്നുണ്ടെന്നാണ് നമുക്കറിയുന്നത്. കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുമോ എന്നൊക്കെയുള്ള വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനൊരു കാരണം എന്ന് വെച്ചാൽ, നേരത്തെ AAP വളർന്നിട്ട് AAPയിലുള്ള രാജ്യസഭയിലുള്ള 10 എം പിമാരിൽ 7 പേർ, രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ BJPയിലേക്ക് നേരിട്ട് ചേർന്നിരുന്നു. ആ പ്രശ്നം ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിയമപരിഗണനയിലാണ്. അപ്പോൾ അതൊരു നിയമപ്രശ്നമായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു BJP നടത്തുന്ന ഒരു വലിയ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇതൊരു ഓർക്കുമ്പോൾ വിചിത്രവും രസകരവും ഒക്കെ ആണെങ്കിലും BJP ഇപ്പോൾ ബംഗാൾ തെരഞ്ഞെടുപ്പിലൂടെ അവർ പിടിച്ചെടുത്തു. ഒരുതരം അട്ടിമറിയായിരുന്നു എന്നുള്ള വിഷയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് SIR മുതൽ തുടങ്ങിയ ഒരു അട്ടിമറി ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അവർ അധികാരം പിടിച്ചെടുത്തതെന്നാണ് നമ്മൾ പലപ്പോഴും സംശയങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ ആ നിലയ്ക്ക് തന്നെ പരിഗണിക്കേണ്ടിയും വരും. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൂറുമാറ്റങ്ങൾ. അതായത് NCPIയിലേക്ക് പോയ 20 എം പിമാർ മമതയോടൊപ്പം നിന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി ജയിച്ചു വന്നവരാണ്. അവരിപ്പോൾ വേറൊരു ലോകത്താരും അറിയാത്തൊരു പാർട്ടിയുടെ ഭാഗമായി അത് പറയുമ്പോഴാണ് ഈ പാർട്ടിയുടെ ഒരു ചരിത്രം കൂടെ നമുക്കിവിടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഈ 2023 ജനുവരി 20 ഈ പാർട്ടി രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സമയം ഭയങ്കര രസകരമാണ്. അതായത് ത്രിപുര തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ രജിസ്ട്രേഷൻ നടക്കുന്നത്. പശ്ചിമ ബംഗാളിലാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്, ഹൗറ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടി, പശ്ചിമ ബംഗാൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള അണ്ടർ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഈ പാർട്ടി മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ത്രിപുര തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ത്രിപുര തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി ചെല്ലുന്നു. 7 മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. 7 മണ്ഡലങ്ങളിൽ ഈ പറയുന്ന 4 എണ്ണത്തിൽ പത്രിക തള്ളിപ്പോയി. പിന്നെയുള്ളത് 3 എണ്ണമാണ്. 3 എണ്ണത്തിൽ 2 സ്ഥാനാർത്ഥികൾ പാർട്ടിയുടെ ചിഹ്നമായ പെന്നിബാണ് ഇവരുടെ ചിഹ്നം. ആ പെന്നിപ്പിൻ്റെ ചിഹ്നത്തിൽ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കും, ഒരു സ്ഥാനാർത്ഥി സ്വതന്ത്രനായിട്ട് മത്സരിക്കണം. ഇനി അവർക്ക് കിട്ടിയ വോട്ടിൻ്റെ കണക്കൂടെ പറഞ്ഞാലാണ് നമുക്ക് ഏകദേശം ഇവരുടെ ഈ ഒരു പാർട്ടിയുടെ ഒരു ഹിസ്റ്ററി നമുക്ക് മനസ്സിലാവുക. ഈ പാർട്ടി മത്സരിച്ച 2 മണ്ഡലങ്ങൾ, ഒന്ന് ചമൗനു എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ്. അവിടെ 536 വോട്ടുകളാണ് ത്രിപുരയിൽ ആ പാർട്ടിക്ക് കിട്ടിയത്. 2 കൈലാസഹർ എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ്. അവിടെ 286 വോട്ടുകളാണ് പാർട്ടിക്ക് കിട്ടിയത്. ഇനി അങ്ങനെ 2 മണ്ഡലങ്ങളിലും കൂടെ 822 വോട്ടുകൾ. ഇനി അംബാസ എന്ന് പറയുന്ന മണ്ഡലത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്വതന്ത്രനായ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചത്. ആ വ്യക്തിയുടെ പേര് കൃഷ്ണകുമാർ ദേബർമ എന്നാണ്. ഈ മനുഷ്യന് കിട്ടിയത് 376 വോട്ടുകളാണ്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ത്രിപുരയിൽ 1196 വോട്ടുകളാണ്, 98 വോട്ടുകളാണ് പാർട്ടിക്ക് ആകെ ലഭിച്ചിട്ടുള്ളത്. ഇനി ഇതിലും അത്ഭുതകരമായ കാര്യം, ഈ സ്ഥാനാർത്ഥികളുടെ ഇപ്പോഴത്തെ പ്രതികരണം പല ദേശീയ മാധ്യമങ്ങളും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. കാരണം പല സ്ഥാനാർത്ഥികളും പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ഷെവ്ലി കുന്തു എന്ന് പറയുന്ന ഇവരുടെ വൈസ് പ്രസിഡന്റ്, അതായത് ഈ സ്ഥാപക പ്രസിഡന്റിൻ്റെ ഭാര്യ ഈ ത്രിപുരയിലെത്തുകയും പല ആളുകളോടും സ്ഥാനാർത്ഥിയാവാൻ ആവശ്യപ്പെടുകയും ഇവർ മത്സരിക്കാൻ തയ്യാറായി ഇവരെ പ്രേരിപ്പിച്ച് മത്സരിപ്പിക്കുകയാണ്. മത്സരം കഴിഞ്ഞ ഉടനെ ഈ സ്ത്രീ അപ്രത്യക്ഷയായി. ഇവർ ഓഫീസൊക്കെ പൂട്ടിയിട്ട് മുങ്ങിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ ആട് കിടന്നിട്ട് പൂട പോലുമില്ല. ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ചൊരു ബന്ധമില്ല. ഈ സ്ഥാനാർത്ഥികളായ ആളുകളൊക്കെ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ ഇവർക്ക് പാർട്ടിയുമായിട്ടോ പാർട്ടിയുടെ അന്ന് ഇവരോട് മത്സരിക്കാൻ പറഞ്ഞ നേതാവുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. ഇവർക്ക് അറിയില്ല. പക്ഷേ ഇതിനകത്ത് അത്ഭുതകരമായ കാര്യം, പല സ്ഥാനാർത്ഥികളും BJP പശ്ചാത്തലമുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ് അവിടെ. അപ്പോൾ എളുപ്പത്തിൽ അവരെ സ്വാധീനിച്ച് BJP പശ്ചാത്തലമുള്ള ആളുകളെ NCPI എന്ന് പറയുന്ന ഈ പാർട്ടിക്ക് വേണ്ടി സ്ഥാനാർത്ഥികളാക്കി. അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നോ നമുക്കറിയില്ല. എങ്കിലും അവരെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ അവർ മത്സരിപ്പിക്കുന്നു. അത് കഴിയുമ്പോൾ, ആവശ്യം കഴിയുമ്പോൾ അവരെ തട്ടിയിട്ടിട്ട് ഇവർ തിരിച്ചു മടങ്ങുന്നു. അപ്പോൾ പിന്നെയാണ് നമ്മൾ ഈ ശന്തനുഡേ എന്ന് പറയുന്ന ആളിലേക്ക് ഈ കഥ എത്തുന്നത്. അപ്പോൾ ശന്തനുഡേയാണ് ഇപ്പോൾ മിക്ക മാധ്യമങ്ങളിലും ഇതിനുള്ളിൽ എന്ത് നടന്നു, നാഷണൽ ജനറൽ സെക്രട്ടറി എന്നൊരു, പക്ഷേ ഈ മറ്റുള്ളവർക്ക് അത് അയാളെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത്. പക്ഷേ അയാളാണ് പല കഥകളും പറയുന്നത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് പാർട്ടി 2023 ശേഷം അയാൾ പാർട്ടി മെമ്പർ ആണോ എന്ന് അറിയില്ല എന്ന് പറയുന്നത് ഷെവ്ലി കുന്തു പറയുന്നത്. പക്ഷേ അവിടെയുള്ള ഒരു കഥ എന്ന് പറയുന്നത്, ഈ മനുഷ്യൻ, ഈ ചന്ദനുഡേ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന അയാളാണ്. അപ്പോൾ അയാൾ പറയുന്നത് ഈ
2023 ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പശ്ചിമ ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറെടുക്കായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അതിനുള്ളിൽ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഉടലെടുത്തു. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴുള്ള ഡാറ്റ നമ്മൾ പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റുക 1.13 ലക്ഷം രൂപയാണ് ഈ പാർട്ടിക്ക് ഇതുവരെ പിരിഞ്ഞു കിട്ടിയിട്ടുള്ളത്. ഈ 1.13 ലക്ഷം രൂപയാണോ പ്രശ്നം നമുക്കറിയില്ല. എങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഈ ചന്ദനുടെ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് പശ്ചിമ ബംഗാളിൽ മത്സരിക്കാൻ പറ്റിയില്ല. 2026 വന്നപ്പോഴേക്കും അവർക്ക് അതേ പ്രശ്നം തന്നെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നിർജ്ജീവമായി കിടന്നിരുന്ന ഒരു പക്ഷേ നമുക്ക് ഇത് ഇത്രയും ഞാൻ പറയാനുണ്ടായ കാരണം ഒരു സുപ്രഭാതത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. കാലാവധി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4-5 കൊല്ലം ആ പാർട്ടി ഒരു നിർജ്ജീവ അവസ്ഥയിലെങ്കിലും നിലനിർത്തുന്നു. ആ പാർട്ടിയുടെ പ്രസൻസ് അറിയിക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് കുറച്ച് ആളുകളെ മത്സരിപ്പിക്കുന്നു. ഇതെല്ലാം ഒരു പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക പോയിന്റിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു നിക്ഷിപ്ത താല്പര്യമുള്ളതായിട്ട് നേരത്തെ തന്നെ ആരോ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി തുടങ്ങിയ ഒരു സാധനമായിട്ട് ഈ സാധനം തോന്നും. ഇനി മറ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അങ്ങേക്ക് തുടരാമെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഈ ഭവാനിപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹൗറ ജില്ലയിലാണ് ഇതിൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓഫീസുള്ളത്. ഈ ഓഫീസിൻ്റെ അവിടേക്ക് ചെന്നാൽ നമുക്ക് കാണാനാവുന്നത് ഇതേ വിലാസത്തിൽ തന്നെ 3 സ്ഥാപനങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് ബിശ്വ ബസാർ സംഗ്രയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉണ്ട്. അവിടെ ബിശ്വ ബസാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പശ്ചിമ ബംഗാളിലെ അസംഘടിത മഹിളാ കർമ്മി അസോസിയേഷൻ, ഈ 2 സ്ഥാപനങ്ങൾ കൂടിയുണ്ട്. ഈ പാർട്ടി കൂടാതെ പാർട്ടിയുടെ ഓഫീസ് അതിൻ്റെ മുകളിലാണ്. അങ്ങനെ 3 സ്ഥാപനങ്ങളാണ് ഒറ്റ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ 2 സ്ഥാപനങ്ങളുടെ ഞാനിപ്പോൾ പറഞ്ഞ 2 സ്ഥാപനങ്ങളുടെയും ഡയറക്ടർ കൂടിയാണ് നമ്മൾ പറഞ്ഞ ഷെവ്ലി കുന്തു എന്ന് പറയുന്ന ആള്. അപ്പം ഇവരെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് പോലും അവിടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടെന്ന് അറിയില്ല. അവിടെ ഒരു NGO ഉണ്ടെന്നാണ് പ്രാദേശികരായിട്ടുള്ള ആളുകളൊക്കെ ഈ അവിടെ അന്വേഷിച്ചിരുന്ന മാധ്യമ സംഘത്തിന് നൽകുന്ന വിവരം. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് അവിടെ ഉള്ളത്. അതായത് എന്തിനോ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന ഒരു പ്രസ്ഥാനം. ഇത് പറഞ്ഞു വരുന്നതിന് എനിക്ക് തോന്നുന്നു അടുത്ത ഘട്ടത്തിൽ അങ്ങേക്കും കൂടെ പറയാനുള്ളൊരു വിഷയമുണ്ട് അതിൽ. കാരണം മഹാരാഷ്ട്രയിലെ വിഷയം നമ്മൾ ചർച്ച ചെയ്ത് വരുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള രാഷ്ട്രീയം നീക്കം നടക്കുന്നത് നമ്മൾ ഒന്ന് പരിശോധിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ വിഘടിത ശ്രമങ്ങൾ, പല പാർട്ടികളും വിഘടിപ്പിക്കാൻ ശ്രമം നടക്കുന്നു. ആ പാർട്ടികളിൽ നിന്ന് വിഘടിപ്പിച്ച് വരുന്ന വിമതന്മാരെ പാർക്ക് ചെയ്യാൻ വേണ്ടി, നിയമത്തിൻ്റെ കണ്ണു വെട്ടിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ ചില ചട്ടക്കൂടുകൾ ചില സ്ഥലങ്ങൾ ഉണ്ടാക്കി വെക്കപ്പെടുന്നു എന്നുള്ള ആരോപണമാണ് ഇവിടെ നിന്ന് എനിക്കൊരു പക്ഷേ അങ്ങയുടെ മുന്നിൽ കൂടെ വെച്ചിട്ട് ആ വിഷയത്തിലൂടെ ചർച്ച മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കുന്നത്. ഇതൊരു ജനാധിപത്യത്തിൽ നടക്കുന്ന ഒരു വലിയ അട്ടിമറി നീക്കത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി മാത്രമല്ല, ബംഗാളിൽ അവശേഷിക്കുന്ന തൃണമൂൽ MP-മാരെയും MLA-മാരെയും കൂടി പണം കൊടുത്തോ മറ്റു സ്വാധീനങ്ങൾ ഉപയോഗിച്ചോ ഒക്കെ പിടിച്ചെടുക്കുക എന്നുള്ളൊരു BJPയുടെ ഒരു തന്ത്രം തന്നെയാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അമിത്ഷാ ആരോപിക്കപ്പെടുന്നത് പോലെ അമിത്ഷാ നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ് എന്ന് തന്നെ നമുക്ക് സംശയിക്കാനുള്ള എല്ലാ കാരണങ്ങളുമുണ്ട്. ഇവിടെ നമുക്ക് ഈ ഷെൽ കമ്പനികളെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ചില തട്ടിപ്പ് കമ്പനികളെന്ന് പറയുന്ന, വ്യാജ കമ്പനികളെന്ന് പറയുന്ന, അതിലേക്ക് കള്ളപ്പണവും മറ്റും പണവുമൊക്കെ നിക്ഷേപിച്ചിട്ട് അതിനെ ഒളിപ്പിക്കാനുള്ള ഒരു സ്ഥലമായി മാറ്റുന്ന ഒരു രീതി ബിസിനസ്സിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ വലിയ അന്വേഷണങ്ങളും നടപടികളും ഒക്കെ ഉണ്ടായിട്ടുമുണ്ട്. കേസുകളൊക്കെ ആയി മാറിയിട്ടുണ്ട്. ഷെൽ കമ്പനികൾക്കെതിരെ വലിയ അന്വേഷണം. അപ്പം ഈ BJP സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ പറഞ്ഞൊരു കാര്യം, ഈ കള്ളപ്പണം കണ്ടെത്താൻ വേണ്ടി ഷെൽ കമ്പനികളെക്കുറിച്ച് അന്വേഷിക്കുമെന്നായിരുന്നു ആദ്യത്തെ 2014 മോഡി അധികാരത്തിൽ വരുമ്പോൾ. അതൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഇവരുണ്ടാക്കിയ ഒരു ഷെൽ പാർട്ടിയാണ്, BJP ഉണ്ടാക്കിയ ഒരു ഷെൽ പാർട്ടിയാണ്, ഒരു വ്യാജ പാർട്ടിയാണ് ഈ പറയുന്ന NCPI എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നടത്തുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ആളുകളെ നേരിട്ട് BJPയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഈ NCPI എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് കൊണ്ടുവരും. ആരും അറിയപ്പെടാത്ത ഒരു പാർട്ടി, അജ്ഞാതമായി കിടക്കുന്ന ഒരു വ്യാജ പാർട്ടി അല്ലെങ്കിൽ ഒരു ഷെൽ പാർട്ടി അവരുടെ കയ്യിൽ പിടിച്ചെടുത്തുകൊണ്ട് അതിലേക്ക് 20 MP-മാരെ ഡിപ്ലോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ NDAക്ക് പിന്തുണ കൊടുക്കുന്നു. NDAക്ക് പിന്തുണ കൊടുക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് ഈ അവരുടെ പാർലമെൻറ്റിൽ, ലോക്സഭയിൽ അവരുടെ എണ്ണം കൂടുകയാണ്. NDAക്കുള്ള പിന്തുണ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ പിന്തുണ 20 MP-മാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബംഗാളിലെ ഏറ്റവും വലിയ MP-മാരുടെ എണ്ണമുള്ള പാർട്ടിയായി NCPI എന്ന പാർട്ടി മാറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല NDA എന്ന് പറയുന്ന BJP നയിക്കുന്ന മുന്നണിയിലെ
രണ്ടാമത്തെ ഘടകകക്ഷിയായി ഈ പാർട്ടി മാറും. ഇത് 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 സ്പീക്കർ അംഗീകാരം ഇടപെടൽ ക്ഷമിക്കണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഇതിൻ്റെ ഒരു പ്രേക്ഷകരിൽ ചില ആളുകളെങ്കിലും ചിന്തിച്ചേക്കാം, എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടിയിലേക്ക് ഈ എം പിമാരെ കൊണ്ടുവരുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ എനിക്കൊന്ന് ആം ആദ്മിയുടെ നിലവിൽ കോടതിയിലുള്ള ആം ആദ്മി വിമത എം പിമാരുടെ വിഷയം കൂടെ നമ്മളത് ചർച്ച ചെയ്ത് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആകുമ്പോഴായിരിക്കും ഒരുപക്ഷെ അതെ, അവർ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിലുള്ള 7 MP രാജ്യസഭാംഗങ്ങൾ BJPയിലേക്ക് നേരിട്ട് ചേരുവാണ് ചെയ്തത്. അപ്പോൾ അതൊരു നിയമപ്രശ്നമായി കോടതിയിൽ കിടക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഷെൽ പാർട്ടിയിലേക്ക് ആളുകളെ ചേർത്തുകൊണ്ട് ഒരു പക്ഷേ പിന്നീട് ലയിപ്പിച്ചേക്കാം. ഇപ്പോൾ സ്പീക്കർ അംഗീകാരം കൊടുത്താൽ സ്പീക്കറെ കാണുകയുണ്ടായി, ഈ MP സ്പീക്കറെ കണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും BJPയുടെ ആൾ തന്നെയാണ് സ്പീക്കർ എന്നുള്ളതുകൊണ്ട് ഇത് അംഗീകരിക്കാനും സാധ്യതയുണ്ട്. ഇത് പക്ഷേ കോടതിയിലേക്ക് പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഷെൽ പാർട്ടിയിലേക്ക് BJP തന്നെയാണ് ഇവരുണ്ടാക്കിയിട്ട് ഈ 20 MP റിക്രൂട്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു ചലഞ്ച് BJP ഒരുപക്ഷെ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടേക്കാവുന്ന, ഒരുപക്ഷെ അത് കോടതി പ്രതികൂലമായൊരു നിലപാട് സ്വീകരിച്ചേക്കാവുന്ന ഒരു സാഹചര്യം കൂടെ മുൻകൂട്ടി BJP കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്ന് കൂടെ നമ്മൾ കണക്കാക്കേണ്ടി വരും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പം നിലവിലുള്ള BJPയുടെ അല്ലെങ്കിൽ NDAയുടെ നിലവിലുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ, ലോക്സഭയിലുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ 293 സീറ്റായിരുന്നു ഇവിടെ ഉള്ളത്. 272 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അപ്പോൾ ഇവരുടെ പിന്തുണ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ സീറ്റുകളുടെ എണ്ണം 312 ഉയരാൻ പോവുകയാണ്. അതായത് 20 തൃണമൂൽ കോൺഗ്രസ്സിലുള്ള 20 MP കൂടെ കിട്ടിയാൽ അവരുടെ എണ്ണം 312 ഉയരാൻ പോവുകയാണ്. പക്ഷേ അവർക്ക് 2/3 ഭൂരിപക്ഷം, അവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടത്തണമെന്നുണ്ടെങ്കിൽ 2/3 ഭൂരിപക്ഷം, അതിന് ഇനിയും 46 സീറ്റുകൾ കൂടെ വേണം. അപ്പോൾ എന്തായാലും അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ നീക്കം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാകണം ഇത്തരം ഓപ്പറേഷൻസ് നടന്നത്. ഇനി മഹാരാഷ്ട്രയിൽ സമാനമായൊരു ഓപ്പറേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽപ്പെട്ട 7 MP ഷിൻഡെ വിഭാഗവുമായി ചർച്ച നടത്തുന്നുണ്ടെന്നാണ് ഷിൻഡെ പറയുന്നത്. 13 MLA 7 MP. അപ്പോൾ ഈ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തെ അവിടെ പിളർത്തിക്കൊണ്ട് ഒന്നുകിൽ ശിവസേന ഇതിലേക്ക് ചേരുക, അല്ലെങ്കിൽ ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു ഷെൽ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അവിടെ NCP ഉണ്ട്. NCP ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായൊരു പാർട്ടിയാണ്. അതിൻ്റെ വിമത വിഭാഗവും BJPയോടൊപ്പം അധികാരത്തിലുണ്ട്. അവിടെ ഒരു NCPI അല്ലെങ്കിൽ അതുപോലെ ഒരു ഷെൽ പാർട്ടി ഉണ്ടാക്കി ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് പാർട്ടിയെ പൊക്കിക്കൊണ്ടുവന്ന് അവരെ MP അധിവസിപ്പിക്കുകയോ അല്ലെങ്കിൽ ശിവസേനയിലേക്ക് ചേർക്കുകയോ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇത് രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു വലിയ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് BJP നടത്തുന്ന ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായി കൂടി തന്നെയാണ് നമ്മളിതിനെ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അത് വളരെ നമ്മളിതിന് ഒരു തമാശയൊക്കെ ഉള്ളപ്പോൾ പോലും ഇത് വളരെ ഗൗരവമുള്ള ഒരു ജനാധിപത്യ അട്ടിമറിയാണ്. അതായത് ഒരു പാർട്ടിയുടെ അംഗങ്ങളായി ജയിച്ചു വരുന്നു, ആളുകൾ MP MLA പക്ഷേ അവർ നിയമസഭയിലെത്തുമ്പോഴും ലോക്സഭയിലെത്തുമ്പോഴും അതിനെ വേറൊരു പാർട്ടിയുടെ വേറൊരു മുന്നണിയുടെ ഭാഗമായി മാറുന്നു. അപ്പോൾ ഈ 28 MP തൃണമൂൽ കോൺഗ്രസ് MP ജയിച്ചത് BJPക്കെതിരെയാണെന്ന് കൂടി നാം ആലോചിക്കണം. ബംഗാളിൽ ജയിച്ചത്, പക്ഷേ അവരിൽ 20 പേർ ഭൂരിപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ NDA എന്ന് പറയുന്ന മുന്നണിയെ പിന്തുണയ്ക്കാനും അതിൻ്റെ ഭാഗമാകാനും തീരുമാനിക്കുന്നു. യഥാർത്ഥത്തിൽ ജനവിധിയുടെ ഒരു അട്ടിമറിയാണ് അവിടെ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ജനവിധിയുടെ അട്ടിമറിയെ അംഗീകരിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഭരിക്കുന്ന ആളുകൾ ചെയ്യുന്നതെന്നുള്ളതാണ് പ്രശ്നം. ഒരുപക്ഷെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത, ഒരുപക്ഷെ ജനങ്ങളുടെ ഇത് തടയുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയിൽ കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്ന് നാം ആലോചിക്കണം. ഇത് കൂടെ ഒരു കാര്യം കൂടെ പറയേണ്ടതിനിടയിൽ, അതായത് ഇത്തരത്തിൽ കൂറുമാറി എത്തുന്ന അല്ലെങ്കിൽ കൂറുമാറ്റത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ത്രിപുരയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ NCPI പ്രചാരണം നടത്തിയത്. കൂറുമാറ്റം നിരോധിക്കുക, കൂറുമാറി വരുന്ന ആളുകളെ തള്ളിക്കളയുക എന്നായിരുന്നു അവർ മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം. ആ പാർട്ടി തന്നെയാണ് ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തുന്നതെന്ന് കൂടെ പറയുകയാണ്. ഞാൻ സപ്ലിമെൻ്റ് ചെയ്താണ് അങ്ങനെ തുടരാം. അപ്പോൾ ഈ ജനവിധിയെ അട്ടിമറിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഒരു പാർട്ടിയുടെ പേരിൽ തിരഞ്ഞെടുക്കപ്പെടുകയും അവരെ വേറൊരു പാർട്ടിയിലേക്ക്, അവിടെ ലോക്സഭയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ നിയമസഭയിൽ ചെന്നിട്ട് വേറൊരു പാർട്ടിയുടെ ഭാഗമായി മാറുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടത് ഈ പാർട്ടിയുമായി യോജിച്ചു പോകാൻ കഴിയുന്നില്ല എങ്കിൽ അവരുടെ MP സ്ഥാനം രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട NCPI എന്ന് പറഞ്ഞ അല്ലെങ്കിൽ BJP എന്ന പേരിലോ വീണ്ടും അങ്ങനെ അവർ ലോക്സഭയിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. മറിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ലോക്സഭയിലും രാജ്യസഭയിലും അവരുടെ ഭൂരിപക്ഷം ക്രമേണ വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയും അവരുടെ അജണ്ട, BJPയുടെ യഥാർത്ഥത്തിലുള്ള അജണ്ട നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ MP എണ്ണം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണികൾ ഇവർ ചെയ്യുന്നത്.
അതൊരു വലിയ ജനാധിപത്യ അട്ടിമറിയാണ്. കൂറുമാറ്റ നിരോധന നിയമത്തെ അസ്ഥിരപ്പെടുത്തുന്ന അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന ഒരു നടപടി കൂടിയായിട്ട് നമ്മളിതിനെ കാണേണ്ടി വരും. ഒരുപക്ഷെ നാളെ സ്പീക്കർ അതിന് അംഗീകാരം കൊടുക്കാൻ തന്നെയാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഓം ബിർളയെ പോലുള്ളൊരു സ്പീക്കർ ഇതിന് അംഗീകാരം കൊടുക്കാതിരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം അദ്ദേഹം BJP-കാരനാണ്, BJP-ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം സാധ്യതകളിലാണ് നിലവിലുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു വളരെ കരുതലോടുകൂടി, ഈ ജനാധിപത്യ അട്ടിമറിക്കെതിരെ വളരെ കരുതലോടുകൂടി തന്നെ രാജ്യം കാണേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വിജയിച്ചാൽ നാളെ ശിവസേനയുടെ കാര്യത്തിൽ സംഭവിക്കും. മറ്റ് ഏത് സംസ്ഥാനത്തും ഇത്തരം പ്രാദേശിക പാർട്ടികളെ പിളർത്തിക്കൊണ്ട് ഒരു വിഭാഗം MP-മാരെയോ MLA-മാരെയോ NDAക്ക് അനുകൂലമാക്കി മാറ്റാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം പോകും. അങ്ങനെ വന്നാൽ ഈ പറയുന്ന കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്ന ഈ വലിയൊരു നിയമനിർമ്മാണത്തെ കൂടി അസാധുവാക്കുകയും അട്ടിമറിക്കുകയും ചെയ്യുമെന്നാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു ജനാധിപത്യ അട്ടിമറിയുടെ ഭാഗമായി തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. ആ നിലയിൽ തന്നെയാണ് നമ്മളിതൊരു ഗൗരവമായി തന്നെ പരിഗണിക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയത്തിൽ കുതിരക്കച്ചവടവും ജനപ്രതിനിധികളുടെ കാലുമാറ്റവും നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്ന നിയമം പ്രാബല്യത്തിലുണ്ട്. ആ നിയമത്തിൻ്റെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ജനപ്രതിനിധികൾ പെരുമാറുമ്പോൾ ഒരുപക്ഷെ ഭരണഘടന തന്നെയാണ് പ്രതിപക്ഷത്താവുന്നത്. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.